മലയാള സിനിമയിലെ താരസൗഹൃദങ്ങൾ എന്നും വാർത്തകളിൽ നിറയാറുണ്ട്. അതിൽ പ്രധാനമാണ് ആക്ഷൻ സൂപ്പർ സ്റ്റാറും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും നടൻ ദിലീപും തമ്മിലുള്ള സൗഹൃദം. തൻ്റെ കരിയർ അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയായ സമയത്ത് തന്നെ നായകനാക്കി സിനിമ നിർമ്മിക്കാം എന്ന് വരെ പറഞ്ഞ് കൂടെ നിന്ന വ്യക്തിയായിരുന്നു ദിലീപ് എന്ന് കമ്മീഷണർ താരം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മീശ മധവൻ താരം സഹസംവിധായകന്മാരായപ്പോൾ തുടങ്ങിയ സൗഹൃദമാണ് അദ്ദേഹം സുരേഷ് ഗോപിയും തമ്മിൽ. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഈ സൗഹൃദം ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ കൂടിയായി. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണ സമയത്ത് എല്ലാത്തിനും മുന്നിൽ നിന്ന് ദിലീപും കുടുംബവും ഉണ്ടായിരുന്നു. എന്നാൽ പ്രശസ്ത താരവുമായിട്ടുള്ള ഈ സൗഹൃദം തനിക്ക് ചിലപ്പോൾ ഉപദ്രവമായിട്ടുണ്ടെന്നും ദിലീപ് സ്നേഹം കൊണ്ട് പലപ്പോഴും പാര വെച്ചിട്ടുണ്ടെന്നും ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സൂപ്പർ താരം തുറന്നു പറഞ്ഞിരുന്നു. ദിലീപ് സ്നേഹത്തോടെ ശകാരിക്കാറുണ്ടെന്ന് കേട്ടത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി രസമായൊരു സംഭവം ഓർത്തെടുത്തു. ഈ സ്നേഹത്തോടുള്ള ശകാരം എന്താണെന്ന് അറിയണമെങ്കിൽ അവ എന്നെ പാര വെച്ചത് പറയേണ്ടി വരും. അവൻ എനിക്കിട്ട് പാര വെച്ചത് എൻ്റെ ഫുഡ് പ്ലേറ്റിലാണ്. നിങ്ങളുടെ ആ വയർ കണ്ടിട്ട് ഞാൻ പറഞ്ഞേക്കാം സുരേഷേട്ടാ, ആ തൈര് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മേലാൽ കുടിക്കരുത് എന്ന് പറഞ്ഞു ഒരിക്കൽ. പിന്നെ രാധികയെ വിളിച്ച് ചേച്ചി ഇനി സുരേഷേട്ടന് തൈര് കൊടുക്കരുത്, അതാണ് ഈ വയർ ഇങ്ങനെ എന്ന് പറഞ്ഞു. അതാണ് അവൻ എന്നോട് സ്നേഹത്തോടുള്ള ശകാരം എന്ന് സുരേഷ് ഗോപി വെളിപ്പെടുത്തി. പിന്നീട് ഇതേ ചാനലിൽ അഭിമുഖത്തിനെത്തിയ ദിലീപിനെ സുരേഷ് ഗോപിയുടെ ഈ അഭിമുഖം കാണിച്ചപ്പോൾ സൂപ്പർ താരന്റെ ഭക്ഷണകാര്യത്തിൽ കയറി ഇടപെടാൻ ഉണ്ടായ കാരണം നടൻ വെളിപ്പെടുത്തി. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ ഒരു ആക്ടറാണ് സുരേഷ് ഗോപി. ആ സമയത്ത് നല്ല പൊക്കവും ആകാരവക്കവും ഒക്കെയാണ്. ഞാൻ ആ കാലത്ത് കാണുന്ന സുരേഷ് ഏട്ടൻ സിനിമയിൽ ഇല്ലാതെയും ഇതെന്ന് വെച്ചാൽ പുള്ളി ആ സമയത്ത് കുറച്ചുകൂടി തടിയൊക്കെ വെച്ച് എന്താണെന്നറിയില്ല എന്ന് ദിലീപ് വെളിപ്പെടുത്തി. ഉച്ചയ്ക്ക് ഞാൻ നോക്കുമ്പോൾ തൈരും കൂടെ വേറെ ഉണ്ടല്ലോ, എന്തൊക്കെ ഇട്ട് കുപ്പയിൽ കലക്കി കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് സുരേഷ് ഏട്ടൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ തുടങ്ങി, തൈര് ഇങ്ങനെ അധികം കഴിക്കരുത് കേട്ടോ എന്ന്. നമുക്കൊരു സ്വന്തം ഏട്ടനുള്ള ഫീലിങ്സ് ആണ്. സുരേഷ് ഏട്ടന് ആ സാന്നിധ്യം ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം.